കോൺഗ്രസ് മുക്ത പരിവർത്തനത്തിനാണോ ഇന്ന് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കോൺഗ്രസ് മുക്തം മാത്രമല്ല, ആ പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക് മനസ്സിലാക്കും ആ പ്രസംഗത്തിൽ ടാർഗറ്റ് ചെയ്തിരുന്നത് LDF സർക്കാരിനെയും UDF നെയുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ LDF നെയും UDF നെയും ഒരേപോലെ കടന്നാക്രമിച്ചുകൊണ്ടുള്ളതാണ്. തിരിച്ചിപ്പോൾ വരുന്ന നെറേറ്റീവ് എന്താണെന്നറിയാമോ? ഇപ്പോൾ നേരത്തെ ജിമ്മിയൊക്കെ പറഞ്ഞ പോലെ ഞാൻ അതിനോട് വിയോജിക്കുന്നു. സ്മൃതി പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് അതിന് നേരെ CPM മണ്ടയിലേക്ക് ചാരുക. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ LDF കൺവീനറാണെന്ന മട്ടിലാണ് പ്രചരണം. വെള്ളാപ്പള്ളി നടേശൻ LDF കൺവീനറാണെന്ന് മാത്രമല്ല, ഇന്ന് അവിടെ അടുത്തിരുന്ന ആളുടെ പേര് തുഷാർ വെള്ളാപ്പള്ളി എന്നാണ്. അത് SNDP സംഘടനയുമായി ബന്ധപ്പെട്ട് NSSുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്ന കക്ഷിയാണ്. ഈ ഐക്യത്തെ സ്വാഗതം ചെയ്തത് CPM അല്ല, കോൺഗ്രസ് ആണ് ഈ ഐക്യത്തെ ആദ്യമായി സ്വാഗതം ചെയ്തത്. പിന്നീട് LDF എല്ലാവരും, എല്ലാ കക്ഷികളും സ്വാഗതം ചെയ്തു. SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ നേതാവുമല്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എങ്ങനെയാണോ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാത്തത്, അതേ രീതിയിൽ എനിക്കൊന്ന് അല്പമെങ്കിലും MA ബേബിയൊക്കെ കുറച്ചുകൂടി കടന്നു പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകളോട് യോജിപ്പില്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ഗോവിന്ദ മാഷും ആ കാര്യം കൃത്യമായി പറഞ്ഞു. പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും വെള്ളാപ്പള്ളി നടേശനെ ചാരി CPM ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മണ്ണിലേക്ക് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വിത്തെറിഞ്ഞു എന്നുള്ളതിനെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കേരളത്തിൽ കഴിഞ്ഞ 47 വർഷങ്ങളിൽ CPMന് RSSന്റെ കൊലക്കത്തിക്കിരയായി നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം 198 തിരിച്ചൊരു കണക്ക് പറയാൻ കോൺഗ്രസിനുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കേരളത്തിലെ RSSന്റെ ഏറ്റവും വലിയ കോട്ടകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലക്കത്തിക്കിരയായത് CPMന്റെ രക്തസാക്ഷികളാണ്. എന്നാൽ മറുഭാഗത്ത് KPCC അധ്യക്ഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, RSSും കോൺഗ്രസുമായിട്ട് സംഘർഷം ഉണ്ടായതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നും എല്ലാ കാലത്തും ആര് സന്ധി ചെയ്തു എന്നുള്ളത് ആ ഒറ്റ വാക്കിൽ നിന്ന് വായിച്ചെടുത്തൂടെ? ഞാൻ പറഞ്ഞതല്ല, KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് K. സുധാകരൻ പറഞ്ഞതാ. ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയത് ഒരൊറ്റ KPCC അധ്യക്ഷനേ ഉള്ളൂ. അത് KPCC അധ്യക്ഷനാവുന്നതിന് മുൻപാണ്, K. സുധാകരനാണ്. അത് അഭിമാനപൂർവ്വം പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതാവ്. പക്ഷേ CPMൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയി എന്നുള്ള വിവരം? അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷികൾ RSSുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഉണ്ടായത് CPMനാണ്. ഞാൻ കണക്ക് പറഞ്ഞു, 198 പേർ. കഴിഞ്ഞ 6 വർഷങ്ങളിൽ മാത്രം 17 പേർ. മറുഭാഗത്ത് എന്തുണ്ട് കണക്ക്? രക്തസാക്ഷികൾ ഉണ്ടാവണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. ആരെയാണ് നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ക്വസ്റ്റ്യൻ, അത് ഒന്ന്. രണ്ടാമത്തത് നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളും എടുക്കൂ. അവിടെ BJP 10 വർഷം കൊണ്ട് അടയാളപ്പെടുത്തിയ വളർച്ച ശരാശരി 40% എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയുണ്ടായിരുന്നോ അതിൻ്റെ പാതിയോളം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കണക്ക് പരിശോധിക്കുക. 2016 ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14.91%. 10 വർഷം കേരളം ഇടതുമുന്നണി ഭരിച്ചു. BJPയുടെ വോട്ട് പെർസെൻറ്റേജിലുണ്ടായ മാറ്റം എത്രയാ? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പരിശോധിച്ചാൽ 14.73. കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അതായത് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് 2016 ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടി കുറഞ്ഞ നിലയിലാണ്. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലോ അവിടെ BJP വളർന്നു എന്ന് മാത്രമല്ല, ബീഹാറിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അപ്പാടേ ഇറങ്ങി BJP ക്യാമ്പിലേക്ക് പോയി. അരുണാചൽ പ്രദേശിലാണെങ്കിൽ 43-42 MLAമാരും പോയി. പാർട്ടി തന്നെ BJP ആയി മാറി കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഞാൻ കണക്ക് വെച്ചാ പറയുന്നത്. 2021 ഈ സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ 2016 BJPക്ക് കിട്ടിയ 14.91% നിന്ന് 2021 ഇത് 12.71% കുറഞ്ഞു. കേരളത്തിൽ വേറെ ഏത് സംസ്ഥാനത്താണ് BJPയുടെ വോട്ട് വിഹിതം ഒരു സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ ഇത്രയും കുറഞ്ഞിരിക്കുന്നത്? കണക്കെന്ന് പറഞ്ഞേ. അപ്പോൾ കേരളത്തിൽ ആരാണ് BJPയെ നേരിടുന്നത് എന്ന ചോദ്യത്തിൻ്റെ രണ്ട് കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഇടതുമുന്നണി ഉഴുതുമറിച്ച മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ വിത്തുപാകി എന്നൊരു അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് CPM ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ണിലാണ് ഇന്ന് ഈ പ്രസ്താവന നടന്നതെന്നും എനിക്ക് യോജിപ്പില്ല. ഇതാണ് ഞാൻ ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇനി പ്രസംഗത്തിലേക്ക് വന്നാൽ, പ്രസംഗത്തിൽ LDF സർക്കാരിനെ കടന്നാക്രമിച്ച 4 ഭാഗങ്ങളുണ്ട്. 1, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം. 2, കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയം. 3, LDF സർക്കാർ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിനോടുള്ള വിമർശനം. 4, കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നില്ല ഈ സർക്കാർ എന്നുള്ള വിമർശനം. ഇത് കോൺഗ്രസിനെതിരെയുള്ള വിമർശനമല്ല, ഇത് പിണറായി സർക്കാരിനെതിരെയുള്ള വിമർശനമാണ്. തിരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായി മാവോയിസ്റ്റ് മുസ്ലിംവാദി കോൺഗ്രസ് എന്നുള്ള ഒരു MMC എന്ന രീതിയിൽ. അത് ബീഹാറിൽ നരേന്ദ്രമോദി കോയിൻ ചെയ്തതാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അതിനു മുമ്പ് ഒരിടത്തു കൂടി സൂററ്റിലും ഇതേ വാചകം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നുള്ളത്. അത് എപ്പോഴാണോ രാഹുൽ ഗാന്ധി തൻ്റെ മണ്ഡലത്തിൽ നിന്ന്
വയനാട്ടിലേക്ക് വന്ന് മത്സരിച്ചത് ആ നിമിഷം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് കോൺഗ്രസിനെ മുസ്ലിം ലീഗുമായി കൂട്ടിക്കെട്ടിയുള്ള ഈ ആക്ഷേപം. അതൊരു ഭാഗത്തുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പോൾ കോൺഗ്രസിനെയും എൽ ഡി എഫിനെയും അഥവാ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരേപോലെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എങ്ങനെയാണ്? എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ്, അഴിമതി നിറഞ്ഞതാണ്, വർഗീയത നിറഞ്ഞതാണ്. ഈ മുന്നണിയെ ഇവിടെ നിന്ന് മാറ്റും, ഞങ്ങൾ മാറാത്തതിനി മാറും എന്നുള്ളൊരു മുദ്രാവാക്യമാണ് കൊടുത്തത്. അവിടെയാണ് എനിക്ക് പ്രധാനമന്ത്രിയോട് 2-3 ചോദ്യങ്ങളുള്ളത്. എങ്ങനെ മാറണമെന്നാണ് പറയുന്നത്? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ, അതായത് പെട്രോളിൻ്റെ വില 100 രൂപ കടത്തിയ, ഗ്യാസിൻ്റെ വില 1000 രൂപ കടത്തിയ, വാണിജ്യ ഗ്യാസിൻ്റെ വില 3000 രൂപ കടത്തിയ, ഡോളറിനുമായിട്ട് രൂപയുടെ മൂല്യം 100 രൂപയ്ക്ക് അടുത്തെത്തിച്ച ഈ NDA സർക്കാർ ഇനി കേരളത്തിൽ എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? എങ്ങനെയാണ് കേരളം മാറേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, കേന്ദ്ര സർക്കാർ പദ്ധതി ഈ കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ 2 കണക്കുകൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. എന്താണ് കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതികളിൽ സംഭവിച്ചിരിക്കുന്നത്? 52,000 കോടിയുടെ കുറവാണ് വിവിധ കേന്ദ്ര പദ്ധതികളിൽ നിന്ന് കേരളം കഴിഞ്ഞ 10 വർഷത്തിന് കേരളത്തിന് നഷ്ടം. ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല. GST നമുക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ പുതിയ മാനദണ്ഡത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട കേന്ദ്രവിഹിതത്തിൽ 52,000 രൂപയുടെ കുറവ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഞാനൊരു കണക്ക് പറയാം. കേരളത്തിൽ എത്രയാണ് കേന്ദ്രവിഹിതം? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയാണ് കേന്ദ്രവിഹിതം എന്നതിൻ്റെ കണക്ക് കൂടി നമ്മൾ എടുത്തു പോകണം. അത് പറയുമ്പോഴാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുക. കേരളം പിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഈ കണക്കുകൾ കേരളം ഓർമ്മിച്ചിരിക്കേണ്ട കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. കേരളത്തിന് കേന്ദ്രത്തിൻ്റെ വിഹിതം 27%. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് നോക്കൂ. അതേസമയം ബീഹാറിൽ, NDA ഭരിക്കുന്ന ബീഹാറിൽ 74%. 74%. കേരളത്തിന് കിട്ടിയ കേന്ദ്രവിഹിതം 27%. ഇനി ത്രിപുരയിൽ, അതായത് ഇത് ത്രിപുരയെക്കുറിച്ച് കൂടി പറഞ്ഞു. CPM-ൻ്റെ ഭരണം അവസാനിപ്പിച്ച് അവിടെ BJP വരുമ്പോൾ ത്രിപുരയിൽ 73%. ഇനി ആസാമിൽ 63%. മധ്യപ്രദേശിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം 55%. കേരളം വരുമ്പോഴോ 27%. ബാക്കി 73% ആരുണ്ടാക്കണം? കേരളം തനത് നികുതിയിൽ നിന്ന് കണ്ടെത്തണം. പക്ഷേ കേരളം വീണോ? കേരളം വീണില്ല. പെൻഷൻ കൊടുത്തില്ലേ? കൊടുത്തു. ഏതെങ്കിലും ഭക്ഷ്യക്ഷാമത്തിന് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ട്രഷറി അടഞ്ഞു കിടന്നോ? കിടന്നില്ല. നെൽകർഷകരുടെ വിഷയത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറയുമ്പോഴും പാഡി റെസിപ്റ്റ് ഷീറ്റ് ഇറക്കിയില്ലേ? ഇറക്കി. ഏതു മേഖലയിലാണ് കേരളം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ദേശീയപാത വികസനത്തിന് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ 6000 കോടി കൊടുത്തു ദേശീയപാത വികസനത്തിനു വേണ്ടി. ആ കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരള സർക്കാർ അമാന്തം കാണിക്കുന്നുവെന്ന്. പക്ഷേ നോക്കൂ, മലയോര പാതകൾ, ദേശീയ പാതകൾ, തീരദേശ പാതകൾ, നമ്മളുടെ ജല മെട്രോ, വാട്ടർ മെട്രോ, എത്രയെത്ര പദ്ധതികളാണ് കേരളത്തിൽ. ഗെയിൽ പദ്ധതി, ഇതിലെല്ലാം സ്ഥലമേറ്റെടുക്കുന്നതടക്കം പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നിട്ട് നിന്നൊരു സർക്കാരല്ലേ ഈ സർക്കാർ. അതുകൊണ്ട് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, പ്രധാനമന്ത്രി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതാണ് എൻ്റെ 2ാമത്തെ വാദം. 3ാമത്തത്, മാറണമെന്ന് പറഞ്ഞു. എങ്ങനെ മാറണമെന്ന അഹമ്മദാബാദിനെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ യാത്ര ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. അന്ന് പത്രത്തിൻ്റെ താളുകളിൽ പോലും ഗുജറാത്തിൽ BJP ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അഹമ്മദാബാദിനെയും കേരളത്തെയും, നമുക്ക് ഗുജറാത്തിനെയും കേരളത്തിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ ഗുജറാത്ത് രീതിയിലേക്ക് കേരളം മാറുന്നതിനെക്കുറിച്ച്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേരളം മാറുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അവിടെ എലികളും നായകളും കൂട്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ സർക്കാർ ആശുപത്രി സംവിധാനത്തിലേക്കാണോ കേരളം മാറേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ കണ്ടതല്ലേ, ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടതല്ലേ. ആ ദൃശ്യങ്ങളിൽ ഉത്തർപ്രദേശിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി കേരളം മാറേണ്ടത് എങ്ങനെയാണ്? വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി കേരളം കാത്തിരിക്കുമ്പോൾ, കേരളത്തിലെ മനുഷ്യർ സ്വയം പിരിച്ചുകൊടുത്ത പൈസ ഉപയോഗിച്ച് അവിടെ നിർമ്മിക്കുമ്പോൾ പലിശയ്ക്ക് വേണ്ടിയിട്ട് വായ്പയായിട്ട് പണം അനുവദിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. വായ്പയായിട്ടാണ് പണം കൊടുത്തിരിക്കുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിതർ, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അവിടെ എത്തിയ കുട്ടിയെ ചേർത്തു പിടിച്ച് മടങ്ങിപ്പോയതല്ലാതെ ഒരു കാശിൻ്റെ വലിയ രീതിയിലുള്ള ദുരിതബാധിതർക്കുള്ള ആശ്വാസം കൊടുക്കാൻ ഈ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു പ്രധാനമന്ത്രി. വിഴിഞ്ഞത്ത് പൈസ കൊടുത്തിരിക്കുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ പണം പലിശയ്ക്കല്ലാതെ കൊടുക്കേണ്ടടുത്ത് പലിശയ്ക്ക് കൊടുത്തിരിക്കുകയാണ്.
പലിശയ്ക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തൂത്തുക്കുടിയിൽ ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖത്ത് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിരിക്കുന്നത് തിരിച്ചടക്കേണ്ടാത്ത പൈസയായിട്ടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടതാണ്. അത് സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ വിഴിഞ്ഞം പദ്ധതി കൊടുക്കുന്നത്. എന്നിട്ടാണ് ആ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറയേണ്ടത്. അപ്പോൾ കേരളം മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. തൊഴിലുറപ്പ് പദ്ധതി നല്ല വൃത്തിയാവണ്ണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 100% കേന്ദ്രത്തിന്റെ വിഹിതം 60% വെട്ടിക്കുറച്ച കേന്ദ്രത്തിന്റെ മാതൃകയിലേക്കാണോ കേരളം മാറേണ്ടത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായി 1142 കോടി കിട്ടാത്ത കേന്ദ്ര സർക്കാരിന്റെ പോളിസിയിലേക്കാണോ കേരളം മാറേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഗുജറാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും കുറച്ച് പട്ടിണിക്കാരുള്ള ഒരു നാടാണ് കേരളം. പട്ടിണിക്കുറവുള്ളവരുടെ നാടെടുത്ത് നോക്കിയാൽ 16ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ, പട്ടിണി നിർമ്മാർജ്ജനം നടത്തിയ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം തുടരണമോ എന്നുള്ള ആണ് ചോദ്യം. 2, സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം അതേ നിലയിൽ തുടരണോ അതോ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണോ എന്നതാണ് ചോദ്യം. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 17ാം സ്ഥാനത്തേക്ക് താഴണോ മാറണോ എന്നതാണ് ചോദ്യം. ശുചിത്വ സൗകര്യത്തിന്റെ കാര്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 18ാം സ്ഥാനമുള്ള ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഈ കേരളത്തിൽ നടത്തിയ PSC നിയമനങ്ങളിൽ മൊത്തം PSC നിയമനങ്ങൾ എടുത്തു നോക്കിയാൽ രാജ്യത്തെ മൊത്തം PSCകളിൽ നടത്തിയ നിയമനത്തിന്റെ 80% കേരളമായി തുടരണമോ, 10% പോലും കേരളത്തിന്റെ അത്ര PSC നിയമനം നടത്താത്ത ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം തുടരുമ്പോൾ പവർ കട്ടുള്ള സംസ്ഥാനമായി കേരളം മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേരളം പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന തിരിച്ചുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ ടേക്ക് ഇതാണ്. കോൺഗ്രസ് മുക്ത പരിവർത്തനത്തിനോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിന്റെ മുക്തം മാത്രമല്ല, LDFനും UDFനും എതിരായി ഒരേപോലെയാണ് ആക്രമിക്കുന്നത്. അത് കോൺഗ്രസ് മുക്തം മാത്രമാണ് എന്ന് പറയുന്നതിന് പിന്നിലൊരു രാഷ്ട്രീയ കൗശലമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.